രാഷ്ട്രത്തിന്റെ പേരുകളൊന്നും ഇല്ലാത്ത വിശാലമായ ദേശം എന്നൊക്കെ നമുക്ക് പറയാം. അത് നടപ്പാകൽ താങ്കൾക്ക് അറിയാം. ഉട്ടോപ്യൻ സ്വപ്നമാണ്, താങ്കൾക്കും അറിയാം. എന്ത് ഉട്ടോപ്യൻ? ചുമ്മാ അസംബന്ധം എന്നോട്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. അതിർത്തികൾ ഈ നാട്ടിനകത്ത് രാജാവ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ ചോദിച്ചു കഴിഞ്ഞു. ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേയൻ നന്നായി അറിയാം. അറിഞ്ഞൂടാ. വിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാട്. അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാൻ അതിർത്തികൾ മായാൻ പോകുന്നു, അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗ്ഗം ഉണ്ടാകാൻ പോകുന്നു, താങ്കൾ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വാസം ഒന്നും ഉള്ള ആളല്ല, വിവരമുള്ള ആളാ. വേണ്ട വേണ്ട, ഇപ്പൊ നേരെ നമുക്കിട്ട് വേണ്ട. നമ്മളിതൊക്കെ കുറെ കണ്ടതാ. കരുതുന്നു, അറിയുന്ന ആളാ. താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല. അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ള എന്റെ ജീവിതം നടക്കില്ല. തന്നെ പോലുള്ള മനുഷ്യന്മാരുടെ അങ്ങനെ നടക്കത്തില്ല. എനിക്ക് അറിയാം. അങ്ങയുടെ വിശാലമായ സ്വപ്നം മാത്രമാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. തനിക്ക് ഈ വിഷയം ഒന്നും അറിഞ്ഞൂടാ. ഇവിടെ നിന്നിട്ട് ആകത്തില്ല. അല്ല ശ്രീ മൈത്ര, ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ അതിനാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി. സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ മാറി വിശാലമായ എല്ലാ ഒരു വലിയ ലോകം. എനിക്ക് നല്ല വിവരമുള്ള ആളാണ്. മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. ഈ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴയൊന്നല്ല, ഇവൻ തന്നെ. തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്കുക. ഇവനെ വിട്ട് കളയരുത്. ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇത് ചോദിച്ചു മനസ്സിലാക്കാൻ ഇല്ല. അത്രയാണ്. അപ്പൊ പിന്നെ ഇല്ല, ഇത് ചോദിച്ചു മനസ്സിലാക്കാനുള്ളതില്ല. സുഖമില്ലാത്ത ആളാ. വിശ്വാസിയുടെ ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. കഠിനമായ വിശ്വാസികളുടെ ലക്ഷണമാണ്. എനിക്ക് ഇനി ചോദിച്ചു മനസ്സിലാക്കാനില്ലെന്ന്. ശ്രീ മൈത്രേയൻ എല്ലാവർക്കും അറിയാം. ആർക്കറിയാൻ എനിക്ക് വിവരമില്ലെന്ന് പറയാം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.